ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു എയിംസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് ജൂൺ 5, 2024 വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്കൂളിലും വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേയോടനുബന്ധിച്ച് ഒരു ചെടിവെപ്പിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ബ്ലൂ ജേഴ്സി ഇട്ടേക്കണം. ഞാൻ ഒരിക്കൽ നമ്മുടെ പഴയ വീഡിയോയിൽ പറഞ്ഞാണ്, ഈ ബ്ലൂ ജേഴ്സിയാണ് ഞങ്ങളുടെ സ്റ്റാഫ് ക്ലബിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്കൂളിലെ ഫുൾ സ്റ്റാഫിൻ്റെയാണ്. അപ്പോൾ ചിലരിട്ടിട്ടില്ല, അത് കാരണം അവർ പുതിയതാണ്, അപ്പോൾ അവർക്ക് അത് കിട്ടിയിട്ടില്ല, വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവരിടാത്തത്. അപ്പോൾ നമ്മൾ ഈ ബ്ലൂ കളർ ജേഴ്സി ഇട്ട എല്ലാവരും നമ്മുടെ സ്കൂളിൽ ഉള്ളവരാണ്. അപ്പം നിങ്ങൾ ഓർക്കും ഈ കാണുന്ന എല്ലാവരും നമ്മുടെ സ്കൂളിലുള്ളതാണോ എന്ന്. അല്ല കേട്ടോ, ഇത് നമ്മുടെ ഈ മോൾഡീവ്സിലെ ഞാൻ വർക്ക് ചെയ്യണ ഐലൻഡിൻ്റെ അണ്ടറിൽ എന്ന് വെച്ചാൽ അവർ ഓർഗനൈസ് ചെയ്യണ ഈ പ്രോഗ്രാമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്നുണ്ട്, ഗവൺമെൻറ് സ്കൂള്, അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ ഫെനക്കിൽ നിന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചെടി നടാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. പിന്നെ ഹെൽത്ത് സെൻറ്ററിൽ നിന്നുണ്ട്. അപ്പോൾ ഡോക്ടർ, നഴ്സസ്, അവിടെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് സെൻറ്റേഴ്സിൽ നിന്നുണ്ട്. അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അവർ നമുക്ക് പത്തലില്ലേ നമ്മുടെ നാട്ടിലെ, ആ പത്തലാണ് കൊണ്ടുവന്ന് തന്നേക്കുന്നത്. എന്നിട്ട് അവരവിടെ കുഴി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നടുക, മണ്ണിടുക എന്നതായിരുന്നു നമ്മുടെ പരിപാടി. വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ ചെറിയ വെയിലുണ്ടായിരുന്നു. ഒരു 5 മണിയോടുകൂടിയാണ്, 4:30-5 മണിയോടുകൂടിയാണ് പരിപാടി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ചെടി നട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബീച്ചിൻ്റെ വീഡിയോയും എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. പക്ഷെ തീർന്നില്ല കേട്ടോ നമ്മുടെ പരിപാടി ഇനി. കാരണം ഇതിപ്പോൾ ഐലൻഡിൻ്റെ ഒരു ആഭിമുഖ്യത്തിൽ നടന്ന ഒരു പ്രോഗ്രാമാണ്. ഇനി നമ്മുടെ സ്കൂളിൻ്റെ അണ്ടറിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിൻസിപ്പൾ എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ പരിപാടി കഴിയുമ്പോൾ സ്കൂളിലേക്ക് പോകണമെന്നുള്ളത്. അപ്പോൾ ഈ ചെടിവെപ്പ് കഴിഞ്ഞ് നമുക്ക് ഐലൻഡ് ഓഫീസിൽ നിന്ന് കുറച്ച് വെള്ളം, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. നമ്മുടെ ജെൻസ് ടീച്ചേഴ്സ് എല്ലാവരും അങ്ങ് ഭയങ്കര തത്രപ്പാടിൽ കുഴി കുത്തുന്നു, ചെടി വെക്കുന്നു. ഭയങ്കര കഷ്ടപ്പെട്ട പരിപാടിയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതിന് ശേഷം നമുക്ക് എപ്പോൾ ചെന്നാലും ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടാകുമല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ലേഡീസ് സ്റ്റാഫ് എല്ലാവരും കൂടി ചെടി വെച്ച് കഴിഞ്ഞ് ഒരു സിംബോളിക് എന്ന രീതിയിലൊക്കെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് അതിനുശേഷം നമ്മുടെ പരിപാടി സ്കൂളിലേക്കായിരുന്നു. സ്കൂളിൽ വന്നു. അപ്പോൾ സ്കൂളിൽ വന്നിട്ട് അവിടെ നമ്മുടെ ഒരു ചെടി, പേര് ഞാൻ മറന്നുപോയി, പല കളറിലെ പൂവുണ്ടായിരുന്നു. അപ്പോൾ അത് നട്ടു. അതിൽ തന്നെ നമുക്ക് ഓൾറെഡി നമ്മളൊരു വട്ടം ചെയ്തതായിരുന്നു ഈ പ്ലാന്റിങ് പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ തന്നെ ചില പാട്ടിലൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അവിടെ കുഴി കുത്തി ഉള്ളതിൽ തന്നെ മുറിച്ച് അങ്ങ് നടുവായിരുന്നു. കാരണം അതങ്ങനെ നമ്മുടെ റോഡ് സൈഡിൽ പിന്നെ പല കളറിൽ വിരിഞ്ഞ് നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ വേനൽക്കാലം കഴിഞ്ഞതുകൊണ്ട് ആയിരിക്കണം കുറേയൊക്കെ കരിഞ്ഞു പോയിട്ടുള്ളത്. പക്ഷേ എല്ലാവരും, എല്ലാ ടീച്ചേഴ്സും കേട്ടോ ഒരേപോലെ തന്നെ കോപ്പറേറ്റ് ചെയ്തു. നമ്മളെല്ലാവരും കൂടി ചെടി നട്ടു. അപ്പോൾ ഞാനിപ്പോൾ എന്നെ വീഡിയോയിൽ വരണ്ടേന്നും പറഞ്ഞ് ജെനീൻ്റെ കയ്യിലാണ് ക്യാമറ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര തത്രപ്പാടിൽ എല്ലാവരും മുമ്പ് തന്നെ നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ ചെടി നട്ടുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ നമ്മുടെ ലോകം മുഴുവനും ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ചൂട് കൂടുന്നതുകൊണ്ട് തന്നെ എല്ലാവരും അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മോൾഡീവ്സിലും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു പിള്ളേർ വന്നു ജസ്റ്റ് ഒന്ന് ചെറിയൊരു പ്രോഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്രാവശ്യം അതൊരു വലിയ പ്രോഗ്രാമായിട്ട് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഐലൻഡ് ഓഫീസിൻ്റെ അണ്ടറിലും ഒരു പ്രോഗ്രാം, സ്കൂളിൻ്റെ അണ്ടറിൽ വേറൊരു പ്രോഗ്രാം, അങ്ങനെയൊക്കെ നടന്നത്. അങ്ങനെ ചെടിയൊക്കെ നട്ടു. പിന്നെ ഓസ് വെച്ചിട്ട് വെള്ളം നനച്ചു. അങ്ങനെ പരിപാടിയെല്ലാം അവസാനിച്ച് ഞങ്ങൾ ഇന്നത്തെ ദിവസത്തിന് ബൈ പറഞ്ഞു പിരിഞ്ഞു. ബൈ.